ലാൽ സലാം. മുകളിൽ ആകാശം, താഴെ ഭൂമി. കുട്ടി, സുമതി എടുത്തേ അവിടെ. ദാ അവിടെ തുണി വിരിക്കുക, ഞാൻ വിളിച്ചോണ്ട് വരാം. എടാ, പ്രേമിക്കണമെങ്കിൽ കുറച്ചൊക്കെ ധൈര്യം വേണം. പിന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കണമെങ്കിൽ അവനൊരു മടയൻ തന്നെ ആയിരിക്കണം. ആ കാര്യത്തിൽ നീ മിടുക്കനാ. രാഷ്ട്രീയത്തിന്റെ ചൂടിനേക്കാൾ എന്തുകൊണ്ടും വലുതാണ് പ്രേമത്തിന്റെ ചൂട്. അത് നിനക്ക് അറിയാത്തോണ്ടാ. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ലാൽ സലാം. നമസ്തേ. എന്താ ഇതൊക്കെ ഈ വഴി? പുഴക്കരയിൽ വെച്ച് മുരളിയെ കണ്ടു, അങ്ങനെ പോന്നതാ. സുമതിയമ്മേ, നമ്മുടെ യൂണിറ്റ് ശക്തമാക്കണം. കോളനിയിലെ തൊഴിലാളികളായ നിങ്ങൾ സംഘടിക്കണം. സുമതിയമ്മ അതിന് മുൻകൈ എടുക്കണം. ശരിയേ സഖാവേ, തൊഴിലാളികളെ ഞാൻ സംഘടിപ്പിക്കാം. എല്ലാവരെയും സ്റ്റഡി ക്ലാസ്സിൽ കൊണ്ടുവരണം. പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വിപ്ലവം കുട്ടികളിയല്ല. സംഘടിതമായി നിന്നാലേ തൊഴിലാളി വർഗത്തിന് വിപ്ലവം വിജയിപ്പിക്കാൻ സാധിക്കൂ. നാളത്തെ ക്ലാസ്സിൽ എത്രയും കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണം. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു. നാളത്തെ സ്റ്റഡി ക്ലാസ്സിൽ കാണാം. വരട്ടെ. കൃഷ്ണേ, ആ പാട്ടുകാരൻ പയ്യനുമായിട്ട് നിനക്കെന്താ? ഒന്നുമില്ലമ്മേ. നേരത്തെ പുഴക്കടവിലേക്ക് ഓടുന്നതും പിന്നെ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് ഓടുന്നതും കണ്ടു. പിന്നെ പാട്ടും ആട്ടവും. മോളെ, രാഷ്ട്രീയവും പാർട്ടിയും സമത്വവും ഒക്കെ പറയും. അവര് എഞ്ചിനീയർമാരാകാൻ പഠിക്കണവരാ. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ നീ മനസ്സ് നൊന്ത് ജീവിക്കേണ്ടി വരും. നമുക്കൊന്നും സ്വപ്നം കാണാൻ സമയമായിട്ടില്ല. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ മോൾക്ക് തെറ്റില്ല ഒരിക്കലും. ഈ അമ്മയ്ക്കറിയാം. മുരളിയെ രാജൻ ആദരിച്ചിരുന്നു. അതുമാത്രമല്ല, ഡോബി കോളനിയിലെ മുരളിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം പോകാനും രാജന് താല്പര്യമുണ്ടായിരുന്നു. കൃഷ്ണപ്രിയയെ കാണാം. ഇടയ്ക്കിടെ ബാലിശമായി പ്രതികരിക്കുന്ന കലാകാരൻ്റെ മനസ്സായിരുന്നു അവന്. എന്നെ കൊണ്ട് അവൻ പാട്ടെഴുതിക്കും. പാതിര വരെ ഇരുന്ന് അവൻ ആ വരികൾക്ക് സംഗീതം ചെയ്യും. പാടാനും ഗിറ്റാർ വായിക്കാനും മാത്രമല്ല, സംഗീത സംവിധാനത്തിലും രാജൻ മിടുക്കനായിരുന്നു. മുരളിയുടെ രാഷ്ട്രീയ നിലപാടിലെ മാറ്റം അന്നേ എന്നിൽ അസ്വസ്ഥത ജനിപ്പിച്ചിരുന്നു. രാജൻ അടിയന്തരാവസ്ഥ അനുകൂലിയായി അല്ല മുരളിയെ പിന്തുടർന്നത്. ശിശുസഹജമായ ഒരു കൗതുകം. മുരളി ആ സമയം നക്സലൈറ്റായി കഴിഞ്ഞിരുന്നുവല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ മുരളിയുടെ പ്രവർത്തനങ്ങളിലെ മാറ്റം സ്പഷ്ടമായിരുന്നു. മെസ് ബോയ്സിനെയും ഡോബികളെയും മുരളി സ്വാധീനിച്ചു. പക്ഷേ വിദ്യാർത്ഥികളിൽ സായുധമായൊരു വിപ്ലവത്തിന് സ്വാഭാവിക പിന്തുണ ലഭിച്ചില്ല. എന്നാൽ അതിനുശേഷം നടന്നൊരു സ്റ്റഡി ക്ലാസ്സിൽ മുരളി ആശയപരമായി എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി.